എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു അൺബോക്സിംഗ് ആണ് കേട്ടോ. ഞാനൊരു ജിമ്പൽ വാങ്ങി. ജിമ്പലെന്നോ ഡിമ്പലെന്നോ എന്തൊക്കെയോ പറയുമെന്നാണ് പറയുന്നത്, പക്ഷേ എനിക്ക് തന്നെ അതേക്കുറിച്ച് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. നമുക്ക് തുറക്കാം ഇനിയും കേട്ടോ. തുറന്ന് നമുക്കൊന്ന് പരിശോധിക്കാം എന്തൊക്കെയാണ് സ്ഥിതികളെന്നേ. അതുപോലെ ഇതിൻ്റെ പുറത്തൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ബാർകോഡ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിൻ്റെ പുറത്തൊക്കെ ഉണ്ട് ഒത്തിരി സംഭവങ്ങൾ. അപ്പം ഞാൻ കവർ എന്തായാലും ഭദ്രമായി സൂക്ഷിച്ച് വെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഒന്നും എൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ലാത്തത് കൊണ്ട് പിന്നെ എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു അൺബോക്സിംഗ് ഒക്കെ ചെയ്യുക. അതിൻ്റെ പരിചയക്കുറവുണ്ട്. ഇതിൻ്റെ പുറത്തും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പ്രധാന ഭാഗമാണ് അത്. നമ്മുടെ തുറന്നിരിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇതെങ്ങനെ വലിച്ചു പറിച്ച് എടുക്കണമെന്നറിയത്തില്ല. എന്തായാലും നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഞാൻ പറിച്ചെടുത്ത് കേട്ടോ. ഇതൊക്കെ എങ്ങനെയോ വിട്ടുന്നതാണ്. ഒന്നും വിചാരിക്കരുതേ. ഇത്രക്കേ അറിവ് എനിക്കിതിൻ്റെ പേരിലുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് നമുക്കൊന്ന് എങ്ങനെയുണ്ട് ഞെട്ടിപ്പോയി ഞാൻ സത്യത്തിൽ. ഇത് കാന്തമാണെന്നോ ഇതിൽ പിടിക്കുന്നതാണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. സ്റ്റാൻഡൊക്കെ ഞാൻ പെട്ടെന്ന് കണ്ടുപിടിച്ചു കേട്ടോ. ഇതൊക്കെ എവിടെയാണ് അങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി. മൊത്തത്തിൽ പറഞ്ഞാൽ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ എന്ന് പറയുന്ന പഴഞ്ചൊല്ലും പിന്നെ വേറെ പല പഴഞ്ചൊല്ലുകളും എനിക്കിതിന് നന്നായിട്ട് അങ്ങ് ചേരും. എൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഒന്നും അറിയാൻ മേലാത്ത ഞാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഈ സഞ്ചി ഇതൊക്കെ ഇട്ട് വയ്ക്കാനും സംഭവങ്ങളൊക്കെ അതൊക്കെ കൊള്ളാം. ഇവിടെ കുറച്ച് പേപ്പറുകൾ ഒക്കെ കാണുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിക്കേണ്ട എങ്ങനെയാണെന്നോ, വാറണ്ടി കാർഡോ ഗ്യാരണ്ടി കാർഡോ ഇങ്ങനെയൊക്കെയുള്ള എന്തൊക്കെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ഇതവിടെ QR കോഡുണ്ട്. ഇത് ആദ്യം എനിക്ക് മനസ്സിലായില്ല ഇതെന്തൊക്കെ എന്തിനാണെന്നൊന്നും. പിന്നെന്താ യൂട്യൂബിനകത്ത് എടുത്ത് നോക്കി കേട്ടോ ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് എന്താണെന്നുള്ളതൊക്കെ. അങ്ങനെയാണ് മനസ്സിലായത്. ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു സംഭവം നമ്മൾ ഡൗൺലോഡ് ചെയ്യണമായിരുന്നു, ഇൻസ്റ്റാൾ ചെയ്യണമായിരുന്നു. അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് ഞാൻ ആദ്യമേ ചാർജ് ചെയ്തിട്ട്
കുറച്ച് എന്നിട്ട് വേണമല്ലോ നമ്മളിത് ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ചാർജ് ചെയ്ത് ഞാനിതൊന്ന് ഉപയോഗിച്ച് അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വരുമ്പോൾ ഇതൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ.